സോ ജിൻഡോ, ഇവിടെ കെ എസ് യു നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അരുൺ രാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഈ മാളിൽ വെച്ചും കിട്ടും. ഇന്നലെ നടന്ന പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ ഒരു കൂട്ടം SFI പ്രവർത്തകർ നടത്തിയ അക്രമം എന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളും വന്നുകൊണ്ടിരുന്നു. അതിൽ തുടർച്ചയായി കെ എസ് യു നേതാവ് പറയുന്നത്, കാക്കിയും ലാത്തിയും ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന കാക്കിയിട്ട തമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടിയെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കെ എസ് യുവിൻ്റെ ഒഫീഷ്യൽ നിലപാടാണോ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ നിലപാടാണോ? കോൺഗ്രസിന് അങ്ങനെ കാക്കിയുടെ ധാർഷ്ട്യത്തിന് SFI പ്രവർത്തകർ കൊടുത്ത മർദ്ദനം നന്നായി പോയി എന്ന നിലപാടുണ്ടോ ജിൻഡോ? ഇല്ല, അങ്ങനെ ഒരു നിലപാടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് പോലീസിൻ്റെ ഇത്തരം തോന്നിവാസങ്ങൾക്കൊക്കെ വിധേയമാക്കപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരം, പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ പിണറായി വിജയന് പ്രൊട്ടക്ഷൻ പോയ രണ്ട് സേനകൾ തമ്മിലുള്ള പോരാട്ടമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒന്ന് കേരള പോലീസും, രണ്ട് CPM-ൻ്റെ SFI DYFI സംഘവും. രണ്ട് ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടി മത്സരമായിരുന്നു ഇവർ തമ്മിൽ. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ CR നീലകണ്ഠൻ പറഞ്ഞതിനോട് നമ്മൾക്കും യോജിപ്പാണ്. പോലീസിൻ്റെ മൊറയിൽ നഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി ജോലിയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നയപരിപാടികൾ, ആ പരിപാടികളുടെ ഭാഗമായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ടാവും, ലാത്തിയടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ അവർ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ വട്ടം ചേർന്ന് അടിക്കുന്നത് ഒരു ശരിയായ മാതൃകയല്ല. അതിനെ ആര് പിന്തുണച്ചാലും അതൊരു ശരിയായ മാതൃകയല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സുജിത്തിനെ ലോക്കപ്പിന് പുറത്തുമൊക്കെ പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് 2.5 വർഷക്കാലം ആ CCTV ദൃശ്യങ്ങൾ മറച്ചു വെച്ചവരെ ഞങ്ങളും അതേ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ? അങ്ങനെ എത്രയോ കേസുകൾ, എത്രയോ കാര്യങ്ങൾ, എത്രയോ സംഭവങ്ങൾ, ഒരു കാരണവുമില്ലാതെ ചെറുപ്പക്കാരെ തല്ലി കൊല്ലാക്കൊല ചെയ്ത കേസുകൾ എത്രയോ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ ആളുകളും, ഓരോ സംഘടനയും ഈ പോലീസുകാരെ തെരുവിൽ അതേ രീതിയിൽ അവർ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മളതൊരു അരാജകത്വത്തിലേക്കാണ് നയിക്കുക. നമുക്ക് പോലീസ് സേനയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സകല തെമ്മാടിത്തരങ്ങളെയും, വണ്ടിപ്പെരിയാറോ വാളയാറോ ആകട്ടെ, അല്ലെങ്കിൽ ഏത് കേസും എടുത്താലും ഇത്തരത്തിൽ തോന്നിവാസം ചെയ്ത് ആലുവയിലെ മോഫിയ പർവീൻ്റെ മരണത്തിന് ഉത്തരവാദിയായ പോലീസുകാരെ സംരക്ഷിക്കപ്പെട്ടു. വരാപ്പുഴയിലെ ശ്രീജിത്തിനെ, നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ, 10-18 മനുഷ്യരെ ലോക്കപ്പിൽ ഉരുട്ടിക്കൊന്ന പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തത്. അന്നൊക്കെ പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുമെന്ന. അപ്പോൾ നീതിക്ക് വിരുദ്ധമായിട്ട് ജനദ്രോഹം ചെയ്യുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുത്താൽ പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതേസമയം തന്നെ ചാലക്കുടിയിലെ നിതിൻ പുല്ലൻ എന്ന് പറഞ്ഞ SFI നേതാവ് പോലീസ് ഇപ്പോൾ അടിച്ചു പൊളിക്കുകയും അതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥർക്കെതിരെ SFIയുടെ അഖിലേന്ത്യാ നേതാവ് പറയുന്നത് തെരുവിലെ പട്ടിയെ തല്ലുന്ന പോലെ SIയെ തല്ലുമെന്നാണ്. അത്തരം കാര്യങ്ങളിൽ SFIക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. അപ്പോൾ ഒരേ സമയം പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് കാലത്ത് ഈ രണ്ട് നിലപാടുണ്ട്. ആ രണ്ട് നിലപാടാണ് ഇവിടെ ദൃശ്യമാക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ ആ പോലീസുകാരൻ്റെ ഭാഗത്തു നിന്ന് നിയമത്തിന് അനുശാസിക്കുന്നതിന് അപ്പുറത്തുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അധികാര പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സേനയ്ക്കകത്ത് നടപടി സ്വീകരിക്കണമായിരുന്നു. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാത്ത പക്ഷം ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തിന് ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഒറ്റ തിരഞ്ഞ് തെരുവനായെ പോലെ വേട്ടയാടുന്നത് അതൊരു ശരിയായ മാതൃകയല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, 100% ശരിയാണ്. അങ്ങനെ എന്താണ് നമ്മളെപ്പോഴും പറയാറുള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മാതൃകയിൽ ആൾക്കൂട്ടം ചേർന്ന് ഒരാളെ പട്ടിയടിക്കുന്നവർ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ലതല്ല. പക്ഷേ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കാര്യമാവട്ടെ, കൈനീട്ടിയ ഒരു പെൺകുട്ടിയുടെ ചെവുക്കല്ല് തീർത്തടിച്ച പോലീസുകാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന വിഷയമാവട്ടെ, പോലീസിൻ്റെ ഈ പറഞ്ഞ നിർദ്ദയ അതിക്രമങ്ങളുടെ വാർത്താ പരമ്പര നമ്മൾ കണ്ടവരല്ലേ. സ്വാഭാവികമായും വലിയ രോഷം ഉണ്ടാവില്ലേ? അത് നടപടി ഉണ്ടാവാതിരിക്കുമ്പോൾ എന്നാൽ അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ ആരെങ്കിലുമൊക്കെ പുറത്തിറങ്ങിയാൽ ശരിയാണ്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോലും പഴിക്കാൻ പറ്റുമോ ജിൻഡോ? അല്ല, അതിലൊരു പ്രശ്നമുണ്ട് ഹാഷ്മി. നമ്മളെല്ലാവരും ഞങ്ങൾക്കൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കഴിഞ്ഞ 10 കൊല്ലത്തോളമായിട്ട് ഞങ്ങളൊക്കെ എത്രയോ കേസുകൾ നേരിടുന്നു, എത്രയോ മർദ്ദനങ്ങൾ നേരിടുന്നു, എത്രയോ വട്ടം ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വരുന്നു. എത്രയോ അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ മാസങ്ങളോളം ചികിത്സയെ തുടരുന്ന ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും സംഘം ചേർന്ന് ഇതൊക്കെ ചെയ്ത, ലാത്തി ചാർജ് ചെയ്ത അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിച്ച പോലീസുകാരെ അവരെ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ പേപ്പട്ടിയെ പോലെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ പിന്നെ ഈ സേനയ്ക്ക് എന്ത് വിശ്വാസ്യതയുള്ളേ? ഞാനും ഹാഷ്മിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഈ ചർച്ച കാണുന്നവരും ഈ തല്ലിയ SFIക്കാർ ഉൾപ്പെടെയുള്ളവരുടെ നമ്മുടെ എല്ലാം കുടുംബം സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത് എത്ര കുറവുകളുണ്ടെങ്കിലും ഈ പോലീസ് സേനയിലെ കുറെ നല്ല ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ തെരുവ് തെമ്മാടിക്കൂട്ടം നമ്മുടെയൊക്കെ വീട്ടിൽ കയറി നിരങ്ങുന്നേ. ഇപ്പൊ പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുത്തുന്നത് ഈ ആഭ്യന്തര വകുപ്പും ഈ ആഭ്യന്തര വകുപ്പിനെ പിന്തുണയ്ക്കുന്ന SFI DYFI ഗുണ്ടകളുമാണ്.
അപ്പൊ SFIക്കാർക്ക് പോലീസ് സേനയിൽ ഈ മിഥുൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ അവർ എന്ത് പരാതിയാണ് കൊടുത്തത്? അവർ പരാതി കൊടുത്തിട്ട് നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണ്ടേ? ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പരാജയമാണ് ഈ സംഭവത്തിലൂടെ തെളിവാക്കപ്പെടുന്നത്. അപ്പൊ എത്രയോ വട്ടം കുന്നംകുളത്തെ സുജിത്തിനെ മർദ്ദിച്ച വിഷയത്തിൽ SFIക്ക് നീതിബോധം ഉണ്ടായില്ലല്ലോ, DYFIക്ക് നീതിബോധം ഉണ്ടായില്ലോ. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ച കേസിൽ SFI എപ്പോഴെങ്കിലും ശബ്ദം ഉയർത്തിയോ? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, പീഡനം നേരിടുന്ന മനുഷ്യരുടെ കാര്യത്തിൽ SFIയോ DYFIയോ ഈ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചില്ലല്ലോ. പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിൽ 10-20 മണിക്കൂർ ബിന്ദു എന്ന് പേരുള്ള വീട്ടമ്മ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മാലമോഷണ കേസിൽ പ്രതിയാക്കപ്പെട്ട് കക്കൂസിലെ വെള്ളം എടുത്ത് കുടിക്കടി എന്നുള്ള ആക്രോശം കേട്ടിരുന്നില്ലേ? അന്ന് SFIയും DYFIയും ഈ നീതിബോധം കാണിച്ചോ? ഇല്ല. അപ്പൊ ഇവർക്ക് നേരിട്ടിട്ടുള്ള നീതിബോധം ഈ വലിയ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നത് അത് പിണറായി വിജയനോട് കാണിക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയല്ല ചെയ്ത്. കഴിഞ്ഞ 9.5 വർഷക്കാലം പോലീസ് സേനയിലെ ഇത്തരം പുഴുക്കുത്തുകളെ സംരക്ഷിച്ചത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാ. അതിന് പകരം ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അങ്ങനെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ അത് ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ അത് ചെയ്തില്ല എന്നുള്ളത് ഞങ്ങളുടെ ജനാധിപത്യ സംസ്കാരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.